ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെജ് നൂഡിൽസാണ്. അപ്പോൾ അതിലേക്ക് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ചെറിയ സവാള, ചെറിയ തക്കാളി, ക്യാരറ്റ്, ക്യാബേജ്, 2 പച്ചമുളക്, 2 ചെറുതാക്കി അരിഞ്ഞ് വെക്കാം എല്ലാം. നെക്സ്റ്റ് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് അടുപ്പിൽ കത്തിച്ചിട്ട് അതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള നല്ലപോലെ വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളർ ആവുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ക്യാരറ്റും ഈ അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെയൊക്കെ ക്യാപ്സിക്കം, അങ്ങനെ ഗ്രീൻ ഒണിയൻസ് അതെല്ലാം കൂട്ടാം. നമ്മളിപ്പോൾ അതൊന്നും ഇടുന്നില്ല. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ വെന്ത് വരണം. വെന്ത് വരുന്ന ടൈമിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആ നൂഡിൽസ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഊറ്റി മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് സോയാ സോസും ടൊമാറ്റോ സോസും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നൂഡിൽസിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ വെജിറ്റബിൾസും ഈ മസാല എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ യോജിപ്പിക്കുക. നെക്സ്റ്റ് നമുക്ക് അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ മസാലയും നൂഡിൽസ് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ യോജിപ്പിക്കുക. അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ എല്ലാം മസാല ഇതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലൊരു ടേസ്റ്റും കൂടിയാണ്, നല്ലൊരു ഫ്ലേവറിനും കൂടിയാണ്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതൊരിക്കൽ കഴിച്ചാൽ എല്ലാവരും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രക്കും ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്.